ആന്ധ്രാപ്രദേശ് സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയെക്കുറിച്ച് പറയുകയാണ്. രാജ്യത്ത് ആദ്യമായി വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുകയാണ് ആന്ധ്രാപ്രദേശ്. പൊതുജനങ്ങൾക്കുള്ള 161 സേവനങ്ങളാണ് ആദ്യഘട്ടത്തിൽ വാട്സാപ്പിലൂടെ നൽകുന്നത്. മന എന്ന മിത്രായ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി മെറ്റയുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. കെ വി ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, എല്ലാം നമ്മളുടെ വിരൽത്തുമ്പിൽ എത്തുന്ന കാലമാണിതല്ലേ? അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ സേവനങ്ങൾ വിരൽത്തുമ്പിൽ എത്തിക്കൂടാ? നല്ലൊരു ആശയം. ഈ ആശയത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളെപ്പോഴും ഈ സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് പലപ്പോഴും ശരിയാണ്. പ്രത്യേകിച്ച് ഈ ചുവപ്പ് നാടയിൽ കുടുങ്ങി ഈ പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ പലപ്പോഴും വൈകുന്നത് പതിവാണ് നമ്മുടെ രാജ്യത്ത്. കേരളത്തിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയാണ് അവസ്ഥ. ഏതായാലും അതിനൊരു പരിഹാരമാണ് ഇപ്പോൾ ഈ ആന്ധ്രാപ്രദേശ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, 161 സേവനങ്ങളാണ് നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 36 വകുപ്പുകളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു വാട്സാപ്പ് ക്ലിക്കിൽ നമുക്ക് വേണ്ട സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മൾ ഈ നാട്ടിൽ നമ്മൾ ഈ സാങ്കേതികവിദ്യ വഴിവെട്ടിയ ഒരു കാലത്ത് വളരെ വേഗത്തിൽ ലോകം കുതിക്കുകയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെയാണ് ഈ ആന്ധ്രാപ്രദേശ് സർക്കാരും മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഒരു സേവനം വേണം, അതായത് ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. ഈ ആന്ധ്രാപ്രദേശ് സർക്കാർ നൽകിയിരിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് വിട്ടാൽ, ആ മെസ്സേജ് വിട്ടാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. ഓപ്ഷൻസിൽ നമുക്ക് വേണ്ട സംഭവം ഏതാണ്, ഏത് സേവനമാണ് വേണ്ടത് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ആ സേവനത്തിലേക്ക് പോകും. ഒരു QR കോഡ് അവസാനം ലഭിക്കും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് എന്താണോ അത് ലഭിക്കും. ഇതിൽ ഇപ്പോൾ കേൾക്കുമ്പോൾ തോന്നും ഒരുപക്ഷെ ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ഇടയില്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ നമുക്ക് ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു മെസ്സേജ് സർക്കാരിൻ്റെ IP ലിങ്കിലേക്ക് കൂടി പോകുന്നുണ്ട്. അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഒഴിവാക്കാനാകുമെന്നാണ് ആന്ധ്രാപ്രദേശിലെ മന്ത്രി, IT വകുപ്പിൻ്റെയൊക്കെ മന്ത്രി ചുമതലയുള്ള മന്ത്രി നാരാ ലോകേഷ് പറയുന്നത്. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം സംസ്ഥാനത്താകെ ഏതാണ്ട് 3000 കിലോമീറ്ററിലധികം ഒരു പദയാത്ര നടത്തി. ഈ പദയാത്രയിൽ പല ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് വിരൽത്തുമ്പിലേക്ക് എത്തുന്നുണ്ട്. എന്തുകൊണ്ട് സർക്കാർ മാത്രം ഈ ജനങ്ങളിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ആക്സസ് കിട്ടുന്നില്ല, സർക്കാരിനെ ജനങ്ങളിലേക്ക് എത്താനാവുന്നില്ല എന്നുള്ളൊരു കാര്യം പല യുവാക്കളും അദ്ദേഹത്തോട് പങ്കുവച്ചു. അങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് ഈ മനമിത്ര എന്നുള്ള ഈ ഒരു പദ്ധതി നടപ്പിലാകുന്നത്. ഏതായാലും മികച്ച ഒരു ആശയം തന്നെയാണ് ശ്രീധരൻ. ശരി.